എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷക്കീലെ നായികയാക്കി RJ പ്രസാദ് സംവിധാനം ചെയ്ത 2000 പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് കിന്നാരത്തുമ്പികൾ. കുറഞ്ഞ മുതൽ മുടക്കിലെടുത്ത ചിത്രത്തിന് ആദ്യം പ്രതീക്ഷിച്ച പ്രതികരണങ്ങൾ ലഭിച്ചില്ലെങ്കിലും പിന്നീട് മികച്ച വരുമാനം ലഭിക്കുകയും ചെയ്തു. തുടർന്ന് 6 ഇന്ത്യൻ ഭാഷകളിലേക്കാണ് ചിത്രം മൊഴിമാറ്റം ചെയ്യപ്പെട്ടത്. ഷക്കീലെ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രത്തിൽ സലീം കുമാർ അഭിനയിച്ചിരുന്നു. കിന്നാരത്തുമ്പികളിൽ അഭിനയിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് സലീം കുമാർ. ഷക്കീല തരംഗത്തിന് തുടക്കം കുറിച്ച കിന്നാരത്തുമ്പികളിൽ പെട്ടുപോയതാണെന്നാണ് സലീം കുമാർ പറഞ്ഞത്. ഭരതൻ ചെയ്യുന്ന ടൈപ്പുള്ള അവാർഡ് സിനിമയാണെന്ന് പറഞ്ഞാണ് തന്നെ സിനിമയിലേക്ക് വിളിച്ചതെന്നാണ് സലീം കുമാറിന്റെ വാക്കുകൾ. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. കിന്നാരത്തുമ്പികൾ അവാർഡ് പടമാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഭരതൻ ടച്ചുള്ള സെക്സിന്റെ ചില അംശങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ സൈഡിൽ അതൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഷക്കീലെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. സിനിമയുടെ ഡബിങ്ങിന് പോയപ്പോഴാണ് ഡയറക്ടർ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് കണ്ടത്. വിതരണത്തിന് ആരും തയ്യാറില്ലെന്നാണ് അന്ന് ഡയറക്ടർ പറഞ്ഞത്. അങ്ങനെയാണ് വിറ്റുപോകണമെങ്കിൽ കുറച്ച് സെക്സ് സീൻ കൂടി ചേർക്കേണ്ടി വരുമെന്ന് അയാൾ എന്നോട് പറഞ്ഞത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും വെച്ചോ, എൻ്റെ പേര് ചീത്തയാക്കരുത്, പോസ്റ്ററിലൊന്നും എൻ്റെ ഫോട്ടോ വയ്ക്കരുതെന്നും പറഞ്ഞു. അവർ മര്യാദക്കാരായതുകൊണ്ട് തന്നെ അവർ വെച്ചതുമില്ല. എന്നാൽ ആ പടം നല്ല ഹിറ്റായി. തെങ്കാശി പട്ടണത്തിന്റെ ഷൂട്ടിങ്ങിനായി പൊള്ളാച്ചി ചെന്നപ്പോൾ ആ പടത്തിന്റെ പേര് എന്നെ ആളുകൾ തിരിച്ചറിഞ്ഞു, സലീം കുമാർ പറഞ്ഞു. ഈ ഷക്കീല ചേച്ചിയുടെ ഒരു കാലഘട്ടം, ഷക്കീല ചേച്ചി തരംഗമായി നിന്നൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് സൂര്യ ടി വിയിലൊക്കെ 12 മണിക്ക് ശനിയാഴ്ച 12 മണിക്ക് ഷക്കീല പടങ്ങളുണ്ട്. നമ്മളന്ന് പിള്ളേരാണ്, കൊച്ചു പ്രായമാണ്. അപ്പോൾ കരുതുന്നത് എന്താണ്, ഇത് ഭയങ്കര സംഭവമായിരിക്കും, എന്തെങ്കിലുമൊക്കെ കാണിക്കുക, ഒരു കുന്തവും കാണിക്കുകയല്ല, വെറുതെ ഒരു കഷ്ടപ്പെട്ടാണ് കാണുന്നതെന്നറിയുക. അന്നത്തെ കാലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴെന്താ 4-5 ഫോണും എന്താ പറയുക, ഇതൊക്കെ കാണാൻ എന്ത് ഈസിയാണ് ഇന്ന്. അന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? അന്നത്തെ ഒരു ഗതികേട്, പഴയ കാര്യങ്ങൾ ഓർക്കും നമുക്കത് കോമഡിയായിട്ട് എന്താ പറയുക പൊട്ടത്തരങ്ങൾ ഊളത്തരങ്ങളായിട്ടൊക്കെ തോന്നും. ഞാൻ അതുകൊണ്ട് പറഞ്ഞാണ്. എന്ന് വെച്ച് ഇതിനൊക്കെ കയറി അഡിക്റ്റ് ആകാതിരിക്കുക, ഇതൊന്നും കണ്ട് വെറുതെ നമ്മുടെ സ്വഭാവം ചീത്തയാക്കാതിരിക്കുക. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് വേറെ കാണണമെന്നൊന്നും പറയുന്നില്ല. ടാറ്റ.